Back to the class. എല്ലാ ടൈപ്സ് ഓഫ് ബഡ്ജറ്റും പ്രോബ്ലമൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ചോദിച്ചൊന്നും വരില്ല. ഇമ്പോർട്ടൻറ്റ് ബഡ്ജറ്റ്സിലേക്കൊക്കെ നമ്മൾ എത്തണേ ഉള്ളൂ. നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഡീൽ ഇസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ്. അതൊക്കെ ഓരോരോ ടിപ്പിക്കൽ പ്രോബ്ലംസേ ഉള്ളൂ കേട്ടോ ടെക്സ്റ്റിൽ. ദ ഇമ്പോർട്ടൻറ്റ് ബഡ്ജറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് ഒന്ന് ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ഒന്ന് ക്യാഷ് ബഡ്ജറ്റുമാണ്. അതല്ലാത്തതെല്ലാം സിംഗിൾ പ്രോബ്ലമാണ്. ചിലപ്പോൾ സെക്ഷൻ സിയിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ സാധ്യത എന്ന് പറയാൻ പറ്റുള്ളൂ. നൗ വി ഷാൽ ഡിസ്കസ് അബൌട്ട് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് നമ്മൾ ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് ദ കപ്പാസിറ്റി ഓഫ് പ്രൊഡക്ഷൻ. അതായത് എത്രത്തോളം ഒരു കമ്പനിക്ക് കപ്പാസിറ്റി ഉണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ എൻഷുർ ചെയ്യുക. And these capacities are expressed in terms of cost. കോസ്റ്റിൽ എക്സ്പ്രസ് ചെയ്യാണ്. ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാവും, ലേബർ കോസ്റ്റ് ഉണ്ടാവും, ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ടാവും. ഇതിനെ ഡീറ്റെയിൽ ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റിൽ ചെയ്യണത്. സോ പ്രൊഡക്ഷൻ കോസ്റ്റ് ബഡ്ജറ്റ് ഇസ് ബേസ്ഡ് അപ്പോൺ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, മെറ്റീരിയൽ കോസ്റ്റ് ബഡ്ജറ്റ്, ലേബർ കോസ്റ്റ് ബഡ്ജറ്റ് ആൻഡ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ പ്രൊഡക്ഷൻ ബഡ്ജറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒന്ന് മെറ്റീരിയൽ കോസ്റ്റ് ബഡ്ജറ്റാണ്, ഒന്ന് ലേബർ കോസ്റ്റ് ബഡ്ജറ്റാണ്, ആൻഡ് തേർഡ് വൺ ഇസ് ഫാക്ടറി ഓവർ ഹെഡ്സ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ വാട്ട് ഇസ് മെറ്റീരിയൽ ബഡ്ജറ്റ്. മെറ്റീരിയൽ ബഡ്ജറ്റാണ് അടുത്തത്. ഡയറക്റ്റ് മെറ്റീരിയൽ ബഡ്ജറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അവർ ഇൻറ്റൻഷൻ ഇസ് ടു ഡിറ്റർമൈൻ ദ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ്. കോസ്റ്റ് പെർ യൂണിറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. കാരണം കോസ്റ്റിൻ്റെ കോൺസിക്വൻസാണ് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അതായത് ഓരോന്നിൻ്റെയും റേറ്റ് എത്ര എന്നൊക്കെ നമ്മൾ വീണ്ടും മെറ്റീരിയലിലൂടെയാണ്. അതായത് 1000 മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട് വെച്ചാൽ ആ 1000 ഒരു സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് 10 രൂപയാണെങ്കിൽ 1000 × 10. അപ്പോൾ 1000 ക്വാണ്ടിറ്റീസാണ് യൂസ് ചെയ്യണത്. റേറ്റ് പെർ യൂണിറ്റ് ഇസ് 10. 1000 × 10 ഇസ് ദ ഡയറക്റ്റ് മെറ്റീരിയൽ ബഡ്ജറ്റ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ ബഡ്ജറ്റിൽ ഷോ ചെയ്യണത് എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഓൾ റോ മെറ്റീരിയൽസ് ആൻഡ് കോമ്പണൻറ്റ്സ് നീഡഡ് ഫോർ പ്രൊഡക്ഷൻ ഡിമാൻഡഡ് ബൈ ദ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. അതായത് എപ്പോഴും മെറ്റീരിയൽ ബഡ്ജറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ബഡ്ജറ്റാണ്. അപ്പോൾ എത്ര എസ്റ്റിമേറ്റഡ് റോ മെറ്റീരിയലിൻ്റെ കംപ്ലീറ്റ് എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റിയും എന്തൊക്കെ കോമ്പണൻസാണ് പ്രൊഡക്ഷന് വേണ്ടത് എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്യണത്. ക്ലിയർ? ആൻഡ് റോ മെറ്റീരിയൽ സെർവ്സ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് പർപ്പസ്. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. റോ മെറ്റീരിയലിൽ പർച്ചേസസ് ഉണ്ട്, റിക്വയർമെൻറ്റ്സ് ഉണ്ട്, റോ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഡാറ്റ ഉണ്ട്, ഈവൻ ക്രെഡിറ്റ് പർച്ചേസസ് ആർ ഇൻവോൾവ്, ക്യാഷ് പർച്ചേസസ്, പേയ്മെൻറ്റ് പീരീഡ് എക്സെട്ര. സോ മെറ്റീരിയൽ ബഡ്ജറ്റാണ് നമ്മൾ അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പോണ ബഡ്ജറ്റ്. ഇത് 2 പോയിൻ്റാണ് നോക്കാനുള്ളത്. ഇറ്റ് ഡീൽസ് വിത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ, വേറസ് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കാര്യം മാത്രമേ എന്തിലുള്ളൂ, മെറ്റീരിയൽ ബഡ്ജറ്റിലുള്ളൂ. ഈ ഇൻഡയറക്റ്റ് മെറ്റീരിയലും സപ്ലൈസും എന്തിലാണുള്ളത്, ഓവർ ഹെഡ് കോസ്റ്റ് ബഡ്ജറ്റിലാണുള്ളത്. ഇറ്റ് ഈസ് നോട്ട് പ്രിപ്പയർഡ് ഇൻ മെറ്റീരിയൽ ബഡ്ജറ്റ്. സോ മെറ്റീരിയൽ ബഡ്ജറ്റിൽ what are the quantities that you are going to make? ഡയറക്റ്റ് മെറ്റീരിയൽ, റോ മെറ്റീരിയൽ എത്ര വാങ്ങി, റോ മെറ്റീരിയലിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ഉണ്ടായിരുന്നു, ക്വാണ്ടിറ്റിയുടെ കാര്യം മാത്രമേ നമ്മൾ എക്സ്പ്രസ് ചെയ്യുള്ളൂ മെറ്റീരിയൽ ബഡ്ജറ്റിൽ. ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിനെ കുറിച്ച് ഒന്നും നമ്മൾ പറയുന്നില്ല, ബിക്കോസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ മെയിൻ എസൻസ് ഓവർ ഹെഡ് കോസ്റ്റ് ബഡ്ജറ്റിലാണ് ഉള്ളത്. ക്ലിയർ? സോ ലെറ്റ് us move to the next slide where you are going to see one problem. See, draw upon a material requirement budget from the following information. Quantitative ആണ് following information. അപ്പോൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ബഡ്ജറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ബഡ്ജറ്റ് എപ്പോഴും പ്രിപ്പയർ ചെയ്യുക. അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല. എസ്റ്റിമേറ്റഡ് സെയിൽസ് ഓഫ് എ പ്രൊഡക്റ്റ് 40,000 യൂണിറ്റ്. വായിക്കുന്നത് ക്വസ്റ്റ്യൻ ആണ്. ഈച്ച് യൂണിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് കണ്ടെയ്ൻസ് 3 യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ എ ആൻഡ് 5 യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ ബി. Estimated opening balance at the commencement of the next year.
ഫിനിഷ്ഡ് പ്രോഡക്റ്റ് 5000 യൂണിറ്റ്സ് ആട്ടോ. ദ ഓപ്പണിംഗ് ബാലൻസ് ആണ് 5000. മെറ്റീരിയൽ എ 12,000, മെറ്റീരിയൽ ബി 20,000. മെറ്റീരിയൽ ഓൺ ഓർഡർ, മെറ്റീരിയൽ എ 7,000 units, material B 11,000 units. The desirable closing balance at the end of the year: finished product 7,000 units, material A 15,000, material B 25,000. Material on order, material A 8,000, material B 10,000. ഒരു വേഗമായിട്ടുള്ള ഇൻഫർമേഷനാണ് മെറ്റീരിയലിനെ കുറിച്ച്. അപ്പം ഞാൻ പറഞ്ഞു മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ബഡ്ജറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾക്ക് വാട്ട് ഈസ് എ പ്രൊഡക്ഷൻ ഫോർ ദ നെക്സ്റ്റ് ഇയർ എന്നുള്ളത് നമുക്ക് വേണം. വാട്ട് ഈസ് ദ എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ? കാരണം പ്രൊഡക്ഷനാണ് ഇതിൻ്റെ ബേസ്. ആൻഡ് ദിസ് എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ നെക്സ്റ്റ് ഇയർ ഇറ്റ് ഇസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ വി നീഡ് ടു സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അതാണ് നമ്മളുടെ കാൽക്കുലേഷൻ്റെ എല്ലാം എസെൻസേ അതാണ്. അപ്പോൾ എങ്ങനെയാണ് എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എക്സ്പെക്റ്റഡ് സെയിൽസ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് വാട്ട് ആർ ദ എക്സ്പെക്റ്റഡ് സെയിൽ, അടുത്ത കൊല്ലത്തെ സെയിൽസ് എത്ര ഉണ്ടാവും. കാരണം സെയിൽസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ. ക്ലിയർ? സെയിൽസിൻ്റെ കൂടെ എത്ര ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, അതിന്ന് എത്ര ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് മൈനസ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദ എസ്റ്റിമേറ്റഡ് പ്രൊഡക്ഷൻ. നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എടുത്താൽ നമ്മൾ എഴുതാറില്ലേ, സെയിൽസ് ആഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, യു വിൽ ബി ഗെറ്റിംഗ് പെർച്ചേസസ്. ആ പെർച്ചേസസിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. യു ആർ നോട്ട് പെർച്ചേസിങ്, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ആർ പ്രൊഡ്യൂസിങ് തിങ്സ്. അപ്പം നമ്മുടെ എക്സ്പെക്റ്റഡ് സെയിൽ 40,000 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ 40,000 വാട്ട് ആർ ദ ഡിസയർഡ് ക്ലോസിംഗ് സ്റ്റോക്ക്? ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു മിനിറ്റ്, ഫിനിഷ്ഡ് ഗുഡ്സ് 7,000 ആണ്. ആഡ് 7,000 ലെസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഗിവൺ ഹിയർ, ഇറ്റ് ഇസ് 5,000. സോ 40,000 പ്ലസ് 7,000 is minus 5,000, you will be getting 42,000 unit. So this is the production what you are going to do, estimated production ആണ്. And now let us move to the അടുത്ത മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ബഡ്ജറ്റിലേക്ക് മൂവ് ചെയ്യാണ്, വിച്ച് ഇസ് പ്യുവർലി ക്വാണ്ടിറ്റേറ്റീവ്. ക്ലിയർ? അപ്പോൾ മെറ്റീരിയൽ പ്രൊഡക്ഷൻ ടാർഗറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. 42,000 യൂണിറ്റ്സാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യണ മെറ്റീരിയൽ, രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ എ ആൻഡ് മെറ്റീരിയൽ ബി. പ്രൊവൈഡ് 2 columns. സോ മെറ്റീരിയൽ എ റിക്വയർഡ്, മെറ്റീരിയൽ എയുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ 3 യൂണിറ്റ് ഓഫ് എയും 5 യൂണിറ്റ് ഓഫ് ബിയും, റോ മെറ്റീരിയലിൻ്റെ കാര്യമാണ് പറയണത്. സോ മെറ്റീരിയൽ എ 3 units ഫോർ 42,000. 3 യൂണിറ്റാണ് വേണ്ടത് 42,000 ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ എഴുതി 1,26,000. മെറ്റീരിയൽ ബി 5 യൂണിറ്റ് വേണം, 5 into 42,000 ഇറ്റ് കംസ് ടു 2,10,000. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് മെറ്റീരിയൽ ആവശ്യം, റോ മെറ്റീരിയൽ ആവശ്യം. ഇനി നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോ മെറ്റീരിയലിൻ്റെ കൂടെ ഒരു നമ്മൾക്ക് എത്ര ബാലൻസ്, ഡിസൈഡ് ബാലൻസ് ഉണ്ട് വെച്ചാൽ ആ ബാലൻസ് ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ബഡ്ജറ്റ് പീരീഡിൻ്റെ അവസാനം വാട്ട് ഈസ് ദ ബാലൻസ് ദാറ്റ് യു ഹാവ്? നമുക്കിവിടെ തന്നിട്ടുണ്ട് മെറ്റീരിയൽ എ യു ഹാവ് 15,000 യൂണിറ്റ്സ്. ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഉണ്ട് ഇൻഫർമേഷൻ. മെറ്റീരിയൽ ബി 25,000. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് അടുത്ത കൊല്ലത്തേക്കുള്ള ഇതാണ്, അടുത്ത വർഷത്തേക്ക് ആവശ്യമുള്ളതാണ്. എത്ര ഇനി റിക്വയർഡ് ആണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി എസ്റ്റിമേറ്റഡ് യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ടു ബി ഓൺ ഓർഡർ, എത്ര ഓർഡർ ആണ് ഉള്ളത് ഒരു ബഡ്ജറ്റ് പീരീഡിൻ്റെ അവസാനം? 8,000ഉം 10,000ഉം. ഇത് അടുത്ത വർഷത്തേക്കുള്ള ഓർഡറാണ്. അപ്പോൾ 8,000ഉം 10,000ഉം ആഡ് ചെയ്തു 1,49,000, 2,45,000. ക്ലിയർ? അപ്പോൾ ഇത്രയും ആയപ്പോൾ എത്ര മെറ്റീരിയൽ നമുക്ക് വേണം എന്നുള്ളത് കിട്ടി. ലെസ് എസ്റ്റിമേറ്റഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് മെറ്റീരിയൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ മൈനസ് ചെയ്യുകയാണ് ചെയ്യണത്. 12,000 മെറ്റീരിയൽ എ, 20,000 മെറ്റീരിയൽ ബി. ക്ലിയർ? അപ്പോൾ ഇത്രയും ഈ ഒരു 12,000ഉം 20,000ഉം മൈനസ് ചെയ്താൽ
you will be receiving 1,37,000 and 2,25,000. So less estimated units of material or order at the beginning of the budget period. അപ്പോൾ മെറ്റീരിയൽ ഓൺ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ബിഗിനിങ്ങിൽ കുറച്ച് സാധനങ്ങൾ കിടക്കുന്നുണ്ടാവും. അതും കൂടി നമ്മൾ ലെസ് ചെയ്താൽ you will be getting what is the material required. എത്ര മെറ്റീരിയൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി റിക്വയർഡ് ആണെന്നുള്ളത് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ദ മെറ്റീരിയൽ ദാറ്റ് യു നീഡ് ടു മാനുഫാക്ചർ. നമ്മൾ ആ ഒരു മെറ്റീരിയലാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് എന്നുള്ളതാണ് ക്ലിയർ. ഈസ് ഇറ്റ് ക്ലിയർ ദ ക്വസ്റ്റ്യൻ? ആ ലാസ്റ്റ് ഒരു ഭാഗം ഇല്ല. see the textbook and see whether you can get out of this, and we'll discuss the next budget shortly. Clear?